പാലക്കാട് ഒറ്റപ്പാലത്ത് പൂരാഘോഷത്തിനിടെ പോലീസിന് മുന്നിൽ വടിവാൾ വീശി ഡിവൈഎഫ്ഐ നേതാക്കൾ. ഡിവൈഎഫ്ഐ പാലപ്പുറം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജിത്തും മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനും വടിവാൾ വീശിയെന്നാണ് പരാതി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പൂരപ്രേമികൾ പറഞ്ഞു. അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, ഈ പട്ടാപ്പകൽ പൂരം നടക്കുമ്പോഴായിരുന്നോ ഈ വടിവാൾ കൊണ്ടുള്ള ഡിവൈഎഫ്ഐക്കാരുടെ ഷോ ഓഫ് അവിടെ നടന്നത്? തീർച്ചയായിട്ടും ഗൗതം, ഒറ്റപ്പാലത്ത് ഈ ചിനക്കത്തൂർ പൂരം എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു പ്രസിദ്ധമായ പൂരമാണ്. ആ പൂരത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെയാണ് റോഡിൽ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടു റോഡിൽ വെച്ച് വടിവാൾ വീശുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ പൂരപ്രേമികൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇതിലൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ ഉത്സവം നടന്നത്, ചിനക്കത്തൂർ പൂരം നടന്നത്. ആ പൂരത്തിൻ്റെ സമയത്ത് പാലപ്പുറത്ത് നിന്നും സ്റ്റാലിൻ വേല കമ്മിറ്റി എന്ന പേരിൽ ചെഗ്വേരയുടെ ചിത്രവുമൊക്കെ ആയിട്ട് ഇവർ ഉത്സവ പറമ്പിലേക്ക് എത്തുകയായിരുന്നു. ആ ഉത്സവ പറമ്പിൽ എത്തിയതിന് ശേഷം അവിടെ മറ്റൊരു കമ്മിറ്റിക്കാരുമായിട്ട് അല്ലെങ്കിൽ ഒരു പൂരപ്രേമികളുമായിട്ട് ഇവർ സംഘർഷത്തിലേർപ്പെട്ടു. ആ സംഘർഷത്തിലേർപ്പെട്ട സമയത്താണ് ഇത്തരത്തിൽ വടിവാൾ വീശുന്ന, നടുറോഡിൽ വെച്ച് വടിവാൾ വീശുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ വടിവാൾ വീശുന്ന സമയത്ത് പോലീസ് ഉൾപ്പെടെ നോക്കുകുത്തിയായിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഡിവൈഎഫ്ഐയുടെ പാലപ്പുറത്തെ മേഖലാ പ്രസിഡന്റായിട്ടുള്ള ഈ പ്രേംജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് പ്രേംജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ വടിവാൾ വീശിയിരിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് പ്രേംജിത്തിൻ്റെ കയ്യിലും വടിവാൾ കാണുന്നുണ്ട്, മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ കയ്യിലും ഈ വടിവാൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ എന്നുള്ളതാണ്. ഏതായാലും ബോധപൂർവം ഈ ക്ഷേത്രോത്സവത്തെയൊക്കെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബോധപൂർവമാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പൂരപ്രേമികൾ പ്രധാനമായിട്ട് പരാതിയായിട്ട് പറയുന്നത്. ഈ അഡ്വക്കേറ്റ് പ്രേംജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണെങ്കിൽ ഒറ്റപ്പാലം കോടതിയിലെ സർക്കാർ പ്രോസിക്യൂട്ടറുടെ ഒരു ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഒരു അഭിഭാഷകൻ കൂടെയാണ്. അഭിഭാഷകൻ എന്നൊക്കെ പറയുമ്പോൾ നിയമം കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് നടു റോഡിൽ ഇങ്ങനെ വടിവാളൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പോലീസാണെങ്കിൽ ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ചേരുകയാണ്. ശ്രീ വേണുഗോപാൽ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, പകൽ പൂരം നടക്കുന്ന സമയത്താണ് ഒരു അഡ്വക്കേറ്റ് കൂടിയായ ഡിവൈഎഫ്ഐയുടെ നേതാവ് വടിവാൾ വീശുന്നത്. ഇയാൾക്കൊപ്പം വടിവാളുമായി മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പരാതി നൽകിയിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ്. അതായത് ഇവിടെ പോലീസ് ഏകപക്ഷീയമായിട്ടാണ് നടപടികൾ എടുക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തന്നെ ഡിവൈഎഫ്ഐയും CPM-ഉം അക്രമം ഉണ്ടാക്കാൻ നോക്കുക. അവിടെ പൂരം നടക്കുന്ന, ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കൊടിതോരണങ്ങൾ നിർബന്ധമായി വെക്കുക, മറ്റുള്ള ആളുകളുടെ കൊടിതോരണങ്ങൾ മാറ്റിക്കുക. അതേപോലെ തന്നെ പരസ്യമായിട്ടാണ് ഈ ആയുധം എടുത്തുകൊണ്ട് ഇവർ വെല്ലുവിളി നടത്തിയിരുന്നത്. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ള പരാതി ഞങ്ങൾക്ക് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ആ പരാതി കൊടുത്തിട്ടും എന്തിനാ നമ്മൾ DYSP കാണാൻ പോലും വളരെ ശ്രമകരമായുള്ള ഒരു ശേഷമാണ് കാണാൻ കഴിഞ്ഞ ഈ വിഷയം പറയാൻ. അവരതിന് കേൾക്കാൻ പോലും തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഇത് ഏകപക്ഷീയമായുള്ള MLA-യുടെയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗുണ്ടായിസമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ വേണുഗോപാൽ. BJP പാലക്കാട് ജില്ലാ അധ്യക്ഷനാണ് പ്രതികരിച്ചത്. ഏകപക്ഷീയമായ നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ക്ഷേത്രോത്സവങ്ങളിൽ DYFIയുടെ കൊടി സ്ഥാപിക്കുന്നു, മറ്റ് സംഘടനാ പ്രവർത്തകന്മാരെ അനാവശ്യമായി വെല്ലുവിളിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJP ജില്ലാ ഘടകം ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ, ഇതിപ്പോൾ പാലക്കാട് ഒറ്റപ്പെട്ട സംഭവമല്ല. കണ്ണൂർ ജില്ലയിലൊക്കെ കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം ഉണ്ടായിരുന്നു. കണ്ണൂരിലൊരു ക്ഷേത്രത്തിൽ, അത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഓഡിയോയാണ് അവിടെ ഘോഷയാത്രയ്ക്ക് മുമ്പിൽ പോകുന്ന പൈലറ്റ് ജീപ്പിൽ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇത് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം സംഘർഷങ്ങൾ വളരെ ബോധപൂർവമായി ഉത്സവ കാലഘട്ടങ്ങളിൽ CPM നടത്തുകയാണ്. ഗൗതം, തീർച്ചയായിട്ടും ഈ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇവർ ഈ ചുവപ്പ് കൊടിയും ചെഗ്വേരയുടെ കൊടിയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ പ്രസംഗവും ഒക്കെ വെക്കുന്നത് ഒരു വശത്ത് തുടരുന്നുണ്ട്. മറുവശത്ത് അതിൽ ഉപരി ഇവിടെ വടിവാൾ തന്നെ ഈ നടു റോഡിൽ വെച്ച് വീശുന്നു, സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ
അത് ഒരു പോലീസിൻ്റെ മുന്നിൽ വെച്ച് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ആ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടും അതിൽ ഒരു നടപടിയും എടുക്കാതെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെയും CPM-ൻ്റെയും അഴിഞ്ഞാട്ടത്തിനും അക്രമത്തിനും ഒക്കെ അതുപോലെ ക്ഷേത്രോത്സവങ്ങളെ തകർക്കുന്നതിനൊക്കെ പോലീസ് കുടപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാന പരാതിയായിട്ട് ഉയരുന്നത്. ഏതായാലും ഒറ്റപ്പാലം പോലീസാണ് ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത്. പരാതിപ്പെട്ടിട്ട് പോലും നടപടിയെടുക്കാൻ ഈ ഒറ്റപ്പാലം പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പൂരപ്രേമികൾ പരാതിയായിട്ട് പറയുന്നത്. ഏതായാലും ചിനക്കത്തൂർ പൂരം എന്നുള്ളത് വള്ളുവനാട്ടിലെ ഒരു പ്രധാന ഉത്സവമാണ്. ആ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ വളരെ പാവനമായി പവിത്രമായിട്ട് കരുതുന്ന ഉത്സവമാണ്. ആ ഉത്സവത്തിലാണ് ഈ ബോധപൂർവം സംഘർഷങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിച്ച് അവിടെ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വേദനയുണ്ടാക്കുന്നതാണ് ഈ സംഭവം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരത്തിലൊരു പൂരാഘോഷത്തിനിടെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു, ചെഗുവേരയുടെ കൊടിയും മറ്റുമൊക്കെ ആയിട്ട് എത്തുന്നു. അതിനുശേഷം ഇങ്ങനെ വടിവാള് നട റോഡിൽ വെച്ച് വീശുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അത് അവിടെ സാധാരണ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന ആ ക്ഷേത്ര ഉത്സവത്തിന് വലിയ രീതിയിലൊരു ആളുകൾക്ക് അവിടെ എത്താൻ പോലും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പരാതി വിഷയത്തിൽ ഉയരുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. ഓക്കെ അരുൺ, എന്തായാലും പാലക്കാട് ഒറ്റപ്പാലത്താണ് ക്ഷേത്ര ഉത്സവത്തിൽ പൂരത്തിനിടയിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ വടിവാൾ പരസ്യമായി വീശിയത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർത്ത്.